വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് PQS ഉപയോഗിച്ച് ഞാൻ പഠിക്കുന്ന രീതിയാണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നമ്മൾ GK പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കി. ഇതിന് മുന്നേ ഇതൊന്ന് പരീക്ഷിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇച്ചിരിയും കൂടി സിലബസ് കവർ ചെയ്യാൻ ഇത് ഇച്ചിരിയും കൂടി എളുപ്പമാർഗ്ഗമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ഒരുപാട് ഉത്തരം കിട്ടും. അപ്പം ഞാൻ വീഡിയോയിൽ സിലബസ് സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യമല്ല സാധാരണേനെ അപേക്ഷിച്ച് എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആർക്കും പഠിക്കാൻ താല്പര്യമില്ലേ? സിലബസ് അറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ റാങ്കിൽ കയറില്ലല്ലോ. നമ്മൾ സിലബസിലുള്ളത് പഠിച്ചാലല്ലേ റാങ്കിൽ കയറുള്ളൂ. അപ്പം PSC പഠിക്കണം, അതല്ല ജോലി ആവശ്യമാണ് എന്ന് കരുതി പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 25/1/2025 നടത്തിയ 3ാം ഘട്ട 10th ലെവൽ പ്രിലിംസിൻ്റെ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ അടുത്തതിൽ 20 കാണും. അത് വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് നിൽക്കും. നിങ്ങൾ ഓർമ്മ കണ്ടു നോക്ക്. കണ്ടിട്ട് ഉപകാരമാണ്, നിങ്ങൾക്ക് ഈ നോട്ട് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ലക്ഷ്മണസ്വാമി മുതലിയാർ, ഓപ്ഷൻ സി ഡോക്ടർ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ഡോക്ടർ DS കോത്താരി. ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ DS കോത്താരി ആണ് ആൻസർ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന പ്രസ്താവന ഡോക്ടർ DS കോത്താരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റിയുള്ള നിർദ്ദേശം നൽകിയ കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 1964 നിലവിൽ വന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. 1948 നിലവിൽ വന്നു. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 നിലവിൽ വന്നു. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ്റെ ശുപാർശകൾ 3 എണ്ണമായിരുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശകൾ 4 എണ്ണമായിരുന്നു. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക, വിവിധോദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപിക പരിശീലന സമിതി രൂപീകരിക്കുക. അടുത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളായിരുന്നു. ഒന്നാമത്തത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം 1986. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിസ്റ്റ് ഫ്രീഡം. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ഡിസംബർ 10, ബി ഡിസംബർ 1, സി ഡിസംബർ 25, ഡി ഡിസംബർ 24. ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 10. ലോകമെമ്പാടും മനുഷ്യാവകാശമായി ആചരിക്കുന്നത് ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 1 ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായും മറ്റംഗങ്ങളുടെ കാലാവധി 3 വർഷവും 70 വയസ്സും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 1 ചെയർപേഴ്സണും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം 70 വയസ്സ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ MM പരീദ് പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ 3. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ എ നെപ്പോളിയൻ, ഓപ്ഷൻ ബി മെറ്റേണിക്, ഓപ്ഷൻ സി റുസോ, ഓപ്ഷൻ ഡി വോൾട്ടയർ. ആൻസർ ഓപ്ഷൻ ബി മെറ്റേണിക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നത് മെറ്റേണിക്കിൻ്റെ അഭിപ്രായമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവം 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൻ ജയിൽ ആക്രമണം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം ജനങ്ങളാണ് പരമാധികാരി എന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രഞ്ച് ചിന്തകനായ റൂസോ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക നടപടിയാണ് എന്നും ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്നും ജനങ്ങളാണ് പരമാധികാരി എന്നും അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ചിന്തകനാണ് റൂസോ. റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയോ ചങ്ങലയിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം ജൂലൈ 1793. പൊതു സുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ. പൊതു സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ മിറാബോ, ടാൻടൻ. ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ മിറാബോ, ടാൻടൻ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയുമാണ് ലൂയി 16 ഭാര്യ മേരി അന്റോയിനറും. ഗില്ലറിനിടയായി വധിക്കപ്പെട്ട പൊതുരക്ഷാ കമ്മിറ്റി നേതാവാണ് റോസ്പിയർ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി അന്റോയിനറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 4. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി കുരുളി ചോകോൻ, സി ശ്രീനാരായണ ഗുരു, ഡി അയ്യൻകാളി. ആൻസർ ബി കുരുളി ചേകോൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥായകനാണ് കുരുളി ചേകോൻ. 19-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു കളരി യോദ്ധാവും പ്രമാണിമാർക്ക് എതിരെ പോരാടിയ നവോത്ഥാന നായകനുമാണ് കുരുളി ചേകോൻ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉത്ബോധിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്
ശ്രീനാരായണ ഗുരു 1924. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ് അയ്യങ്കാളി. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം 1893. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായ നവോത്ഥാന നായകനാണ് ഭക്തപടാനന്ദൻ. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. അടുത്ത ക്വസ്റ്റ്യൻ 5. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ എ എറണാകുളം, ബി തിരുവനന്തപുരം, സി കൊല്ലം, ഡി പാലക്കാട്. ഓപ്ഷൻ സി കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വരുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം 1000 തെങ്ങ് കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം കുന്നന്താനം പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എറണാകുളം 1990. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം തുരുത്തിക്കര എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായ ജില്ല എറണാകുളം. പൂർണ്ണമായും സൗരോർജ്ജവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ വിവരസാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ 6. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഓപ്ഷൻ എ 5:30 AM, ഓപ്ഷൻ ബി 5:30 PM, ഓപ്ഷൻ സി 7:30 PM, ഓപ്ഷൻ ഡി 7:30 AM. ഓപ്ഷൻ സി 7:30 PM. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം 7:30 PM. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനം ഗ്രീനിച്ച് രേഖയായതിനാൽ ഇതറിയപ്പെടുന്നത് പ്രൈം മെറീഡിയൻ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് 8.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 8.5 ഡിഗ്രി പൂർവ്വരേഖാംശത്തിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഗ്രീനിച്ച്, ഇന്ത്യ എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം 8.5 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ 7. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. 2. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. 3. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ആൻസർ ഓപ്ഷൻസ് ഓപ്ഷൻ 1ഉം 2ഉം ശരി, 3ഉം 1ഉം ശരി, സി ഇവയെല്ലാം, ഡി 2ഉം 3ഉം. ആൻസർ ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണല്ലേ. താഴെ പറയുന്ന ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇവയെല്ലാമാണ്. അടുത്തത് ക്വസ്റ്റ്യൻ 8. ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻ എ 42, ഓപ്ഷൻ ബി 74, ഓപ്ഷൻ സി 91, ഓപ്ഷൻ ഡി 61. ആൻസർ ഓപ്ഷൻ ഡി 61. ഭരണഘടനയുടെ 61ാം ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയത്.
ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയത് ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് ഭരണഘടനാ ഭേദഗതി. ഭരണഘടന എന്ന ആശയം കടമെടുത്തത് ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി 1976. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റിനെ. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി 1976. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സമത്വം, സ്ഥിതി, സമത്വം, മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് 73ാം ഭരണഘടനാ ഭേദഗതി. 73ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് 24 ഭരണഘടനാ ഭേദഗതി. 74 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട 9A. ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം 52 ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ 9. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ എ നെടുമങ്ങാട്, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, ഓപ്ഷൻ സി ചിറയൻകീഴ്, ഓപ്ഷൻ ഡി കാട്ടാക്കട. ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17. വിഴിഞ്ഞം തുറമുഖം ഭാഗികമായി തുറന്നത് 2023 ഒക്ടോബർ 15. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 നരേന്ദ്രമോദി. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലം കോവളം. ഇന്ത്യയുടെ 14ാമത്തെ മേജർ തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ ഷെൻഹു 15. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലം കോവളം. ഇന്ത്യയിലെ തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തത്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻ എ കറുത്ത മണ്ണ്, ബി എക്കൽ മണ്ണ്, സി പർവ്വത മണ്ണ്, ഡി ലാറ്ററൈറ്റ് മണ്ണ്. ആൻസർ ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഉയർന്ന മഴയും ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് പ്രധാനമായും രൂപം കൊള്ളുന്ന പ്രദേശങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ. ഉയർന്ന ഊഷ്മാവിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ജൈവാംശം പെട്ടെന്നില്ലാതാകുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. വീട് നിർമ്മാണത്തിൽ വെട്ടുകല്ലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. പീഡനഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് കറുത്ത മണ്ണ് ഉണ്ടാകുന്നത്. ചെർണോസം എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്. ഡെസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ്, ജോവ എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഈർപ്പം സംരക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആൻസർ. 20 മിനിറ്റും കൊണ്ട് തീർന്നല്ലേ? സാധാരണ എനിക്ക് അരമണിക്കൂർ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ഇടാവേ. അപ്പം നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യൂ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.